ലോകത്തിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു ബുക്കാണ് ദ സീക്രട്ട്. നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. ഈ ആശയം ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് ഈ ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ദ സീക്രട്ടിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ദ സീക്രട്ട് എന്ന ഈ ബുക്കിൻ്റെ മുഖ്യ ആശയമെന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ജീവിതം സൃഷ്ടിക്കുന്നു. അതായത് നമ്മൾ സ്ഥിരമായി സമ്പത്ത് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ വിജയം ചിന്തിച്ചാൽ, സന്തോഷം ചിന്തിച്ചാൽ ആ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇനി ഈ ലോ ഓഫ് അട്രാക്ഷന് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തേതാണ് ആസ്ക് അഥവാ ചോദിക്കുക. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി വിചാരിക്കുക. പലർക്കും ജീവിതത്തിൽ എന്ത് വേണമെന്ന് വളരെ വ്യക്തത ഉണ്ടായിരിക്കില്ല. ഉദാഹരണത്തിന്, എനിക്ക് നല്ല ഒരു ജീവിതം വേണം. അതൊരു വേഗമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. സീക്രട്ടിൽ പറയുന്നത് നിങ്ങൾ എക്സാക്റ്റായി വിഷ്വലൈസ് ചെയ്യണം. ഉദാഹരണത്തിന്, എങ്ങനെയുള്ള ജോലി, എത്ര ശമ്പളം, എവിടെയാണ് താമസം, ഇതെല്ലാം മനസ്സിൽ വ്യക്തമായി കാണണം. കാരണം യൂണിവേഴ്സ് വ്യക്തമായ സിഗ്നലുകൾക്ക് മാത്രമാണ് പ്രതികരിക്കുന്നത്. അടുത്തതായി രണ്ടാമത്തെ ഘട്ടം, അതാണ് ബിലീവ്. നിങ്ങൾ ചോദിച്ചതിന് ശേഷം അത് സംഭവിക്കുമെന്ന് 100% വിശ്വസിക്കണം. പല ആളുകളും ഇവിടെയാണ് തെറ്റുന്നത്. അവർ വിജയം ചിന്തിക്കുന്നു, പക്ഷേ ഉള്ളിൽ നിന്ന് ഇതെനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാകും. ഈ സംശയം നമ്മുടെ എനർജി കുറയ്ക്കും. സീക്രട്ടിൽ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോഴേ ലഭിച്ചുവെന്ന പോലെ ഫീൽ ചെയ്യണം. അതായത് ആ ഒരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഇപ്പോൾ തന്നെ അനുഭവിക്കണം. ഇനി പറയുന്നതാണ് മൂന്നാമത്തെ ഘട്ടം, അതായത് റിസീവ്. നിങ്ങൾ ചോദിച്ചു, വിശ്വസിച്ചു, ഇനി അത് യൂണിവേഴ്സ് നൽകും. പക്ഷെ അത് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതൊരു പുതിയ അവസരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ആശയമായിട്ടായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ലക്ഷ്യം സാധ്യമാകും. അതുകൊണ്ടാണ് ദ സീക്രട്ട് ബുക്കിൽ പ്രത്യേകം പറയുന്നത് നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണമെന്ന്. ഈ പുസ്തകത്തിൽ പറയുന്ന അടുത്ത ഒരു പ്രധാനമായ ആശയമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ ഇതിനകം ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. കാരണം നമ്മൾ കുറവുകൾ മാത്രം ചിന്തിച്ചാൽ കുറവുകൾ തന്നെ ആകർഷിക്കും. പക്ഷേ നമ്മൾ നന്ദിയോടെ ജീവിച്ചാൽ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള സാഹചര്യം ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ. അടുത്തതായി ഈ ബുക്കിൽ പറയുന്നത് വിഷ്വലൈസേഷൻ ടെക്നിക്കിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണ്ട ജീവിതം മനസ്സിലൊരു സിനിമ പോലെ കാണുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഡ്രീം ജോബ് കിട്ടിയതായി ഇമാജിൻ ചെയ്യുക. ഓഫീസ്, കൊളീഗ്സ്, സാലറി ഇതെല്ലാം റിയൽ ആയിട്ട് മനസ്സിൽ കാണുക. കണ്ടാൽ മാത്രം പോരാ, നമ്മളത് ഫീൽ ചെയ്യുക കൂടി വേണം. അപ്പോൾ വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യും. ഈ ബുക്കിൽ പറയാതെ പറയുന്ന ഒരു വലിയ ട്രൂത്ത് ഉണ്ട്. അത് സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ തുടർച്ചയായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡിസിഷൻ മാറുന്നു, നമ്മുടെ ആക്ഷൻ മാറുന്നു, അങ്ങനെ നമ്മുടെ ഹാബിറ്റും മാറും. അവിടെ നിന്നാണ് ജീവിതം മാറുന്നത്. അപ്പോൾ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകും, എന്തുകൊണ്ടാണ് ഇത് ചില ആളുകളിൽ മാത്രം വർക്ക് ചെയ്യുന്നു? കാരണം അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകും അവരുടെ ഡ്രീമിനെ കുറിച്ച്. അവർക്ക് നല്ല ഫോക്കസ് ഉണ്ടാകും, അവർ ആക്ഷനും എടുക്കുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല, അവർ പോസിറ്റീവ് ചിന്താഗതി ശീലമുള്ളവരായിരിക്കും. ഇനി ഇത് നടക്കാത്ത ഒരു പറ്റം ആളുകളെ എടുക്കുകയാണെങ്കിൽ അവർ നെഗറ്റീവ് ചിന്താശീലമുള്ളവരായിരിക്കും. അതായത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു, ഇതെന്താ നടക്കാത്ത എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്, ഇനി ഇത് നടക്കുമോ, അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സിഗ്നൽ യൂണിവേഴ്സിലേക്ക് കൊടുക്കുകയും യൂണിവേഴ്സ് വീണ്ടും വീണ്ടും അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം അവരിലേക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചിലരിൽ മാത്രം ഇത് വർക്കാകാതിരിക്കുന്നത്. അതിനാൽ ദ സീക്രട്ടിൽ പറയുന്ന യഥാർത്ഥ രഹസ്യം എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഒരു മാജിക് അല്ല. നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതത്തെ ശക്തമായി ഷേപ്പ് ചെയ്യുന്നു. നമ്മൾ തുടർച്ചയായി എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ആക്ഷൻസിനെ നയിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഫ്യൂച്ചർ